കാസർഗോഡ് കൊടുത്തിട്ടുള്ള ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്നാൽ നമ്മൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് പോയ ഒരു സമയത്തുള്ള ആ ഒരു റിസൾട്ടും കൂടി ഒന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇടയില് ഞാൻ ഒരു വട്ടം പിന്നെ നാട്ടിലിങ്ങനെ ഫാമിലിയിൽ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങി. കറങ്ങിയപ്പോ ഒരു വീട്ടിൽ പോയപ്പോ പെട്ടെന്ന് അവിടെ ഭയങ്കര ഒച്ചപ്പാടെന്ന് വെച്ചാല് പിന്നെ ഈ മൂത്രത്തിലെ കല്ല് കിഡ്നിയിലും പിത്തത്തിലൊക്കെ ബാധിച്ചിട്ട് വേദന കൊണ്ട് പൊള്ളിയാണ്. കല്ല് വന്നവർക്ക് അറിയാം. പിന്നെ ചെമ്മീൻ ചുരുളുന്ന പോലെ ചുരുളുന്ന ആള്. അപ്പൊ പിന്നെ വല്ലാണ്ട് പോയപ്പോ അവിടുത്തെ എന്റെ ഉപ്പയുടെ പെങ്ങള് പറഞ്ഞ്, അത് പറഞ്ഞപ്പോ കുഞ്ഞിമ്മ നമ്മള് പറയാം, അവര് പറഞ്ഞു പിന്നെ വല്ലാത്ത പ്രയാസാണ്, പോള് രോഗങ്ങളാണ്, അതാണ് ഇതാണ്, ദ്വാരക്കണം എന്ന് പറഞ്ഞു. എന്റെ വീട്ടിലെ എന്റെ കുടുംബത്തിലെ ഒരു മൊയിലാര് ഞാനാണ് ആദ്യത്തെ, അതുകൊണ്ട് ആ ഒരു റെസ്പോൺസ് എല്ലാവരും തരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു മൂത്രത്തിലെ കല്ലാണോ, അതിന് നിങ്ങൾ ഇത്ര ഇടങ്ങാറാണ് എന്തിനാ? അപ്പൊ അവര് പറഞ്ഞു പിന്നെ ഓപ്പറേഷന് വേണ്ടി പിന്നെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഡോക്ടർ, 75,000 ഓപ്പറേഷന് വേണം, 25,000 റൂം വാടകയൊക്കെ ആവും, 1,00,000 വരും. ഞാൻ പറഞ്ഞു ആ 1,00,000 നിങ്ങൾ അവിടെ വെച്ചിട്ട് നിങ്ങൾ എനിക്കൊരു 3,500 3,700 തരാണെങ്കിൽ ഞാൻ ഒരു സാധനം തരാം, ഒരാഴ്ച കൊണ്ട് ആ കല്ല് പുറത്തേക്ക് ചാടും എന്നാണ്. അവർക്ക് ആദ്യമൊന്നും വിശ്വാസമായില്ല. അപ്പൊ നിന്റെ ആ സ്റ്റാറ്റസിലൊക്കെ കാണുന്ന ആ സാധനമാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതന്നെയാണെന്ന് പറഞ്ഞു. ഒരുപാട് റിസൾട്ട് ഉണ്ട്. അപ്പൊ എനിക്ക് പ്രചോദനമായത് പിന്നെ നാട്ടുകല്ലോ അല്ല, മറ്റേ നമ്മളല്ലേ വടകരയിലെ ഒരാളെ കല്ല് പോയില്ലായിരുന്നോ, നമ്മൾ പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്ത്. യെസ്, അതാണ് അദ്ദേഹം എനിക്ക് ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് നമുക്ക് സംസാരിക്കാം. അദ്ദേഹം ഇവിടെ ഉണ്ട്. സർ പറഞ്ഞോളൂ. അതാണ് എനിക്ക് പ്രചോദനമായത്. ആ ഒരു ഇത്. അപ്പോ ഞാൻ പറഞ്ഞു ഒരാഴ്ച ഞാൻ സമയം കൊടുത്തു, ഒരാഴ്ചക്കുള്ളിൽ കല്ല് പോകും എന്ന്. കാരണം നമ്മളെ ടീമിലുള്ള റിസൾട്ടുകളാണല്ലോ നമ്മളെപ്പോഴും അത് കണ്ടിട്ടാണ് മറ്റുള്ളവരോട് പറയാം. അപ്പൊ അത് പറഞ്ഞപ്പോ കൊടുത്തു. ഞാൻ സ്പോട്ടിലെ പൈസ വാങ്ങി കൊടുത്തു. അത് രാത്രിയായിരുന്നു, 8 മണി സമയത്ത്. ആ സമയത്ത് അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയിക്കോളെ, എന്താ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്തോളി, എന്നിട്ട് രാത്രിയും രാവിലെയും കുടിച്ചോളൂ. അങ്ങനെ അന്ന് രാത്രി കുടിച്ചു. അവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആക്കി കുടിച്ചു. രാവിലെയും കുടിച്ചു. 2 നേരം കുടിച്ചിട്ടുള്ളൂ. 2 നേരം കുടിച്ചപ്പോ വീണ്ടും വേദന ഇളകി ചോരയും മൂത്രയും പതക്കായിട്ട് അങ്ങോട്ട് പുറത്തു പോയി. പുറത്തു പോയപ്പോ അവർക്കൊരു സംശയം, കല്ല് പോയോ. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോ 4 mm 3 കല്ലുണ്ടായിരുന്നു മൂത്രത്തില്. അത് തെറിച്ചങ്ങോട്ട് പോയി. ആ ഒരു അത് 60 മില്ലി കുടിക്കുമ്പോഴേക്കും ഇങ്ങനെ പൊറുതി മുട്ടി കിടക്കുന്ന കല്ല് പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ടീമംഗങ്ങളോട് പറയാനുള്ളത്, മൂത്രവുമായിട്ട് ബന്ധപ്പെട്ട, അത് മൂത്രക്കല്ലുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അത് പെട്ടെന്ന് ഒരാഴ്ച പറയണം നമ്മള്, പക്ഷെ 2 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഏറ്റവും സ്പീഡ് റിസൾട്ട് കിട്ടും ആ വിഷയത്തിലൊക്കെ.